സന്തോഷേട്ടാ നമസ്കാരം. സന്തോഷേട്ടൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു. അതിൽ ചേട്ടൻ ഉന്നയിച്ചിരിക്കുന്ന 3 കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ 1 ട്രിവാൻഡ്രം മാഫിയ, 2 എറണാകുളം മാഫിയ, 3 മട്ടാഞ്ചേരി മാഫിയ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ എടുക്കുന്നത് മട്ടാഞ്ചേരി മാഫിയാണ്. ബാക്കി 2 മാഫിയ നമ്മൾ മാറ്റി വയ്ക്കുന്നു. അങ്ങനെ ഒരു മട്ടാഞ്ചേരി മാഫിയ ഉണ്ടോ? മട്ടാഞ്ചേരി മാഫിയ ഉണ്ട് എന്ന് സന്തോഷ് പണ്ഡിറ്റ് കണ്ടുപിടിച്ചതോ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞതോ അല്ല. സന്തോഷ് പണ്ഡിറ്റ് തന്നെ ഈ വീഡിയോ ഇടാണ്ടായ സാഹചര്യം ഇതൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ തൊട്ടു മുമ്പ്, ആ വീഡിയോ ഇടുന്നതിന് തൊട്ടു മുമ്പ് ഈ ഉണ്ട പുഴു എന്നീ സിനിമകളുമായി ബന്ധപ്പെട്ട ഒരു വിവാദമുണ്ടായി. അല്ലാണ്ട് സന്തോഷ് പണ്ഡിറ്റ് ഇങ്ങനെ പെട്ടെന്ന് ബോധോദയം വന്ന് ഇവിടെ ഒരു മട്ടാഞ്ചേരി മാഫിയ ഉണ്ടെന്ന് പറയല്ലോ, ശരിയല്ലേ? എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ഉണ്ട പുഴു ഈ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചയാണ് സംഭവം. ആ ചർച്ചയിൽ, അതായത് ആ പുഴു എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകയുടെ ഭർത്താവ് അല്ലേ, വേറൊരു ചാനലിൽ പോയി പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ അങ്ങേരാണ് ഈ വിഷയം ജനങ്ങളിലേക്ക് പറഞ്ഞത്, ഞാനോ നിങ്ങളോ ആരും അല്ല. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അതിന് സ്റ്റോറി എടുക്കുമ്പോൾ അവരൊരു നിരോധിത സംഘടനയിലൊക്കെ മുമ്പ് പ്രവർത്തിച്ച ഒരാളുടെ സ്ക്രിപ്റ്റാണ് എടുത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞാണ്, നമ്മൾ പറഞ്ഞതല്ല. പിന്നെ അതിൻ്റെ സ്റ്റോറി വൈസിൽ ഇങ്ങനെ ചില ജാതിക്കാരെ, പ്രത്യേകിച്ച് അതായത് ഹയർ കാസ്റ്റിൽപ്പെട്ട ആളുകളെ വളരെ മോശമാക്കിക്കൊണ്ടുള്ള ചില പരാമർശവും അതിൻ്റെ സ്റ്റോറി പരമായിട്ടുണ്ട്. ഇത് അന്ന് അവർ ഫസ്റ്റ് അത് വേണമെന്ന് ചോദിച്ചു, പക്ഷേ അവരത് വാശി പിടിക്കുകയും അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ട് അവസാനം അത് അവരുടെ കുടുംബപരമായ കാര്യങ്ങൾ വാട്ടവർ. അപ്പോൾ ഈ ആളുകൾ എന്തുകൊണ്ട് ഈ ഒരു പ്രത്യേക, അതായത് നായർ, അയ്യർ, മേനോൻ പോലുള്ള ഹയർ കാസ്റ്റിനെതിരെ എന്തുകൊണ്ട് സിനിമ ചെയ്തു എന്നതായിരുന്നു അന്നത്തെ അതിൻ്റെ തുടക്കം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പലരും പറയുകയുണ്ടായി, ഇത് ഒരു സിനിമയിൽ സംഭവിച്ചതല്ല. നമുക്കിപ്പോൾ അങ്ങനെ നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതിലെ നായകൻ ഇന്ന മതമായിരിക്കണം, വില്ലൻ ഇങ്ങനെയാണോ, അങ്ങനെ പറഞ്ഞിട്ട് എഴുതുന്നവരുണ്ടാവാം. പക്ഷേ പൊതുവിൽ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ, ഒരു വൈ എന്ന് പറഞ്ഞ ഒരു നടൻ ചെയ്യുന്ന എല്ലാ സിനിമയും അതേ ഇതിൽ, ഇവരുടെ ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും വില്ലൻ എന്ന് പറയുന്നത് ഒരു കറുപ്പ് എടുത്ത ആൾ, അല്ലെങ്കിൽ ശബരിമലയ്ക്ക് പോകാൻ നിൽക്കുന്ന ആൾ എന്ന ആളുകളെ എന്നും വില്ലന്മാരാക്കുന്നു. ഈ ഹയർ കാസ്റ്റിൽപ്പെട്ടവരെ മാത്രം തെരഞ്ഞു പിടിച്ച് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതാണ് ഈ വിവാദത്തിൽ നിന്നുമാണ് ഈ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നത്, മനസ്സിലാക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളുണ്ടായി. ആ ചർച്ചകൾക്ക് ശേഷമാണ് സന്തോഷ് പണ്ഡിറ്റ് ഈ മട്ടാഞ്ചേരി മാഫിയെക്കുറിച്ച് ഇടുന്നത്. അപ്പോൾ ഇതിൽ ഒരു ചർച്ച എവിടെ വന്നു വെച്ച് കഴിഞ്ഞാൽ, മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന ഒരു സിനിമ നല്ല ഹിറ്റായി ഓടിയ ഒരു സിനിമയാണ്. ഇതിൽ സൗബിൻ്റെ കഥാപാത്രം പറയുന്ന ഒരു വാക്കാണ് ആ സിനിമേൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. അതിലൊരു കുട്ടി പറയും, ഇങ്ങനെ അവർക്ക് ലാലേട്ടനെയാണ് ഇഷ്ടമെന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറയും, ലാലേട്ടനെ നമ്മൾ ഇഷ്ടപ്പെടരുത്, കാരണം അദ്ദേഹം ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നായർ, മേനോൻ, അയ്യർ വിഭാഗമാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടരുത് എന്നൊരു വാക്ക് പറയുന്നുണ്ട്. ഒരു വൈഡ് ആംഗിളിൽ നിങ്ങൾക്ക് അത് ആ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥ എന്നൊക്കെ പറയാം. പക്ഷെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന ഇന്നത്തെ കാലത്ത്, കാരണം നമുക്കറിയാം 400-ലധികം സിനിമകൾ ചെയ്ത ലാലേട്ടൻ കുറച്ച് സിനിമകളിൽ തീർച്ചയായിട്ടും നായരും മേനോനൊക്കെ ചെയ്തിട്ടുണ്ടാവാം, തമ്പുരാനായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ആദിവാസിയായിട്ട് അവർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണാതെ ഇദ്ദേഹം 400 സിനിമകളിൽ ഒരു 20 സിനിമകളിൽ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും മലയാള സിനിമയിൽ ഒരു കഥാപാത്രം നായർ, മേനോൻ, നമ്പൂതിരിയായിട്ട് അഭിനയിക്കാൻ പാടില്ല എന്ന് വാശി പിടിക്കേണ്ട ആവശ്യമുണ്ട്. ഇതാണ് സംഭവം. കാരണം അതിൻ്റെ പേരിൽ ഒരു നടനെ ഇഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇതാണ് മട്ടാഞ്ചേരി മാഫിയ ഉദ്ദേശിക്കുന്നത് എന്ന രീതിയിൽ ഇവിടെ ചർച്ചകളുണ്ടായി. അതായത് മട്ടാഞ്ചേരി മാഫിയയുടെ ഒരു അജണ്ട എന്ന് ചോദിച്ചപ്പോൾ ഇതിനാണ് സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഇത് മനസ്സിലാക്കണം. അതായത് മട്ടാഞ്ചേരി മാഫിയയ്ക്ക് നായർ, മേനോൻ അങ്ങനെ ഹയർ കാസ്റ്റിലുള്ള ആളുകളെ ഇഷ്ടമല്ല, അവർ വെറുക്കുന്നു. അതുകൊണ്ടാണ് അവരുടെ കഥാപാത്രത്തിൽ പോലും അത് പറയുന്നത്. അല്ല, ആക്ച്വലി ആരാണ് ഈ മട്ടാഞ്ചേരി മാഫിയ? നമുക്ക് ഇതിലേക്ക് വരാം. അതിലെ വില്ലന്മാരാരാന്ന് നോക്കിയാൽ മതി. ഈ ഹയർ കാസ്റ്റിൽപ്പെട്ടവരായിരിക്കും. ഹയർ കാസ്റ്റിൽപ്പെട്ടവരാണ് ചെയ്യുന്നത്, എന്തോ ആട്ടെ. അപ്പോൾ ഈ മട്ടാഞ്ചേരി മാഫിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒന്നാമത്തെ അജണ്ട എന്ന് പറയുന്നത് ഈ ഹയർ കാസ്റ്റിൽപ്പെട്ട ആളുകളെ വളരെ മോശമായി ചിത്രീകരിക്കുക എന്നുള്ളതാണ്. ഇവരുടെ ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഇതാണൊന്ന്.
ഓക്കെ. അപ്പോൾ ഈ പെർട്ടിക്കുലർ സിനിമയിൽ അവരുടെ അജണ്ട അവർ കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ലാലേട്ടൻ്റെ സിനിമ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡീഗ്രേഡ് ചെയ്യുന്നത് മട്ടാഞ്ചേരി മാഫിയ എന്നാണ്. മട്ടാഞ്ചേരി മാഫിയയുടെ സിനിമകളിൽ എങ്ങനെ അറിയാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മട്ടാഞ്ചേരി മാഫിയയുടെ സിനിമകളിൽ ലാലേട്ടൻ ഉണ്ടാവാറുണ്ടോ, ബിജു മേനോൻ ഉണ്ടാവാറുണ്ടോ, ഉണ്ണിമൂന്തൻ സാർ ഉണ്ടാവാറില്ല. അപ്പോൾ 2014 മുതൽ ഇത്തരം സിനിമകൾ വരുന്നു. 1. 2, ഇവരുടെ സിനിമകളിൽ കൂടുതലും മദ്യപാനം, കള്ള്, കഞ്ചാവിനെ കുറിച്ച് പ്രാധാന്യം കൂടുതലായിരിക്കും. മട്ടാഞ്ചേരി മാഫിയുടെ സിനിമയാണോ നായകൻ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും, അല്ലെങ്കിൽ കണ്ടിക്കുന്നതിൽ തെറ്റില്ല, ഇങ്ങനത്തെ ഡയലോഗ് ആളുകളെ കൊണ്ട് പറയിപ്പിക്കും. ഇതൊക്കെ ബൈ ചാൻസിൽ സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഉണ്ണിമുന്തൻജിയുടെ ഒരു സിനിമയിൽ, മേപ്പടിയാണെന്ന് പറയുന്ന സിനിമയിൽ, ഒരു സേവാഭാരതിയുടെ ഒരു വാന് കാണിക്കുന്നു. അയ്യോ ഇത് സംഘിപ്പടം. പിന്നെ വേറൊരു സൂപ്പർ സ്റ്റാറിൻ്റെ പടത്തിൽ SDPIയുടേത് കാണിക്കുന്നു. അല്ല, അത് സ്വാഭാവികം. ഇവിടെയാണ് നിങ്ങൾ ഒന്നിനെ എതിർക്കുന്നുവെങ്കിൽ മറ്റുള്ളതിനെ എതിർക്കണം. മട്ടാഞ്ചേരി മാഫിയയുടെ വേറൊരു രീതിയാണ്, ഇവർക്ക് ഫണ്ട് മുടക്കുന്ന വേറെ ആളുകളാണ്. ഇവരെന്താണ് ചെയ്യുന്നത്? അയാളുടെ ഫണ്ട് ഉപയോഗിച്ച് ഇവർ സിനിമകൾ ചെയ്യുന്നു. അത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇപ്പം നിങ്ങൾക്ക് ഫണ്ട് മുടക്കണമെന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് പേര് വയ്ക്കാൻ വയ്യ. നിങ്ങൾക്ക് ഫണ്ട് മുടക്കുന്നുണ്ട്, പേര് വയ്ക്കാൻ വയ്യ. അപ്പോൾ തന്നെ നിങ്ങളുടെ ഒരു 100% ക്ലിയർ അല്ല എന്നുള്ളതിന് തെളിവ്. കാരണം നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട് ചിലപ്പോൾ പുറത്ത് പറയാൻ പറ്റുന്ന ഫണ്ടാവണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഞാനൊരു സൂപ്പർ സ്റ്റാറാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? നിങ്ങളിൽ എത്ര ഫണ്ടുണ്ട്? 25 കോടി. ഓക്കെ, അപ്പോൾ നമ്മളൊരു സ്ക്രിപ്റ്റ് ചെല്ലുന്നു. ചേട്ടാ 75 കോടിയാണ് ഇതിൻ്റെത്. ചേട്ടൻ 25 കോടി താ, ഞാൻ അതിൻ്റെ 1/3 ചേട്ടനെ തരാം. ഇവരുടെ രീതികളാണ് ഞാൻ പറയുന്നത്. നിങ്ങളെന്ത് ചെയ്യുന്നു? 75 കോടീൻ്റെ പടത്തിൽ 25 കോടി, അപ്പോൾ എനിക്ക് 1/3 കിട്ടുമല്ലോ. ആ 25 കോടിയിൽ ഞാൻ സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ എൻ്റെ 8 കോടി വന്നു, ബാക്കി എല്ലാ ചിലവും വന്നു. അല്ല, 25 കോടി എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്റ്റാറിൻ്റെ പൈസ അല്ലാതെ അല്ല, എല്ലാം വന്നു. പടം 8 നിലയിൽ പൊട്ടിയാൽ ഞാൻ പറയുന്നു, ചേട്ടാ എന്താ ചെയ്യുന്നത്, പടം പൊട്ടിയിട്ടു. പക്ഷേ പടം 10 കോടിയാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 10 കോടി കിട്ടിയില്ലേ, 3 കോടി എങ്ങനത്താ? അപ്പോൾ ഞാൻ പറയും, ഒരു കാര്യം മനസ്സിലാക്കണം, എറണാകുളം മുഴുവൻ എത്ര ഫ്ലക്സ് ഞാൻ വെച്ചു? പടം വെറുതെ ആവില്ലല്ലോ. അത് ക്യൂബ്, UFO, ഇവിടെയൊക്കെ സർവീസ് പ്രൊവൈഡേഴ്സിന് പൈസ കൊടുക്കണം, പോസ്റ്റർ അടിക്കണം. ഇതെല്ലാം കഴിഞ്ഞാൽ 10 കോടി തീർന്നു. നിങ്ങൾക്ക് ഞാൻ കണക്ക് തന്നു. എങ്ങനെ ചെയ്യാം? നിങ്ങൾ പോസ്റ്റർ ഒട്ടിക്കുന്നവന് 1000 രൂപയാണ് കൊടുത്തതെങ്കിലും നിങ്ങൾ അവനെ കൊണ്ട് ബ്ലാങ്ക് സൈൻ ചെയ്യിച്ചാൽ മതി. ഇവിടെ 1 ലക്ഷം ആക്കി കൂടെ? ഇങ്ങനെ 10 കോടിയുടെ കണക്ക് വേണമെങ്കിൽ എനിക്ക് തിരിച്ചു തരാം നിങ്ങൾക്ക്, നോ ഇഷ്യൂ. എല്ലാവരെയും നിന്നും കുറച്ചുകൂടെ പൈസ. അതേപോലെ തന്നെയാണ് ഈ 25 കോടിക്ക് എനിക്ക് വേണമെങ്കിൽ 75 കോടി നിങ്ങൾക്ക് തരാം. നിങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് വരുന്നത്, നിങ്ങൾക്ക് 500 രൂപയാണ് തരുന്നത്. ശരി, ഒപ്പിട്ടോ. നിങ്ങൾ പോയതിന് ശേഷം ഞാൻ അതിനോടൊപ്പം ഒരു 0 ചേർത്ത് 5000 ആയില്ലേ? അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നിങ്ങൾ സപ്പോസ് മൊത്തം ഒരു സിനിമയിൽ 1 കോടിയാണ് കൊടുത്തതെങ്കിലും ഞാൻ വളരെ ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ 10 കോടിയാക്കാം. ഈ ജൂനിയർ ആർട്ടിസ്റ്റ് സൈൻ ചെയ്ത് തന്നിട്ടുമുണ്ട്. കിട്ടിയത് നോക്കി പോകാൻ തന്നെയുണ്ട്. ആരെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് നോക്കുമോ? ഇങ്ങനെ എന്ത് ചെയ്യാം? ഈ 25 കോടി 75 കോടി എനിക്ക് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനും പറ്റും, തെളിവ് സഹിതം. 10 കോടിക്ക് ഒന്നുമില്ല ഏട്ടാ എന്ന് പറഞ്ഞ് നിങ്ങൾ വാലും മടക്കി പോകും. ഇനി നേരെ തിരിച്ച് നിങ്ങൾ, അതാ ഞാൻ പറയുന്നത്, എന്താണ് മട്ടാഞ്ചേരി മാഫിയയുടെ ഗെയിം, അവരുടെ ഗെയിം പ്ലാനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ 25 കോടിയായിട്ട് വരുന്നു, ഈ സിനിമ സക്സസ് ആവുന്നു. പൊട്ടിയാലല്ലേ ചേട്ടാ, പൊട്ടിയൊന്നും ഇല്ല എന്ന് പറയാനുള്ളൂ. ഇത് പൊട്ടി ഒരു 200 കോടി കളക്ട് വരുമ്പോൾ നിങ്ങൾ എന്ത് പറയും? ചേട്ടാ ആസ് പെർ റൂൾ 1/3 എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവിടുന്ന് വിട്ടോണം, 1 തരാൻ മനസ്സിലായി, പോയി പണി നോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി കേസ് കൊടുക്കും. നിങ്ങൾ കേസ് കൊടുക്കാനുള്ള ഇനി അടുത്ത പണി എന്താണ്? കേസ് കൊടുക്കുമ്പോൾ കോടതി ചോദിക്കും, മോനെ 25 കോടി എവിടുന്ന് കിട്ടിയത്? നിങ്ങളെങ്ങനെ മറുപടി പറയും? നല്ല രീതിയിലുള്ള പൈസയാണെങ്കിൽ കേസ് കൊടുക്കാം. അതല്ല മലദ്വാര കള്ളക്കടത്ത് നടത്തിയിട്ടോ ബിസിനസ് നടത്തിയിട്ടോ കിട്ടിയ പണമാണ്, അല്ലെങ്കിൽ അഴിമതി നടത്തി കിട്ടിയ പണമാണ്. എങ്ങനെ പറയും കോടതിയോട് 25 കോടി എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ പെട്ടു. ഇനി നിങ്ങൾക്ക് ഒറിജിനലി ഉള്ള പൈസയാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തുകൊണ്ട്, അതിനാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്ന് പറയാം. നിങ്ങൾ 25 കോടി തന്നോ, അതിനകത്ത് നിങ്ങൾ തെളിവുണ്ട്, നിങ്ങളുടെ ഒരു നേരപ്പോ സ്വഭാവമുള്ള വ്യക്തിയാണെന്ന് വിചാരിച്ചോ, അപ്പോൾ നിങ്ങൾ കേസായിട്ട് പോകുന്നു. അവിടെ പിന്നെ കോടതി തീരുമാനിക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ ഇനി എൻ്റെ വീഡിയോയിൽ ഞാനത് കൺക്ലൂഡ് ചെയ്യുന്നത്, നമ്മളെ പൈസയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള ആളെ വെച്ച് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. അതിപ്പോൾ നമ്മൾ എക്സ് മതപ്പെട്ടവനാണ്, ഞാൻ ഫുള്ള് എക്സിലുള്ള ആളെ വെച്ച് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ നോ ഇഷ്യൂ. അയാളുടെ പൈസ അയാൾ ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നു. ഒരു മനുഷ്യനെ അയാളുടെ പൈസയ്ക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് ഇഷ്ടമുള്ള പോലെ സിനിമ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആ സിനിമ കാണണോ വേണ്ടെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാമല്ലോ. ഇതാണ് സാർ, ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്തത്. എൻ്റെ വീഡിയോൻ്റെ ക്ലൈമാക്സിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്, ഇവർ കണ്ടിന്യൂസ്ലി മട്ടാഞ്ചേരി മാഫിയ
നായർ, മേനോൻ, നമ്പൂതിരി വിഭാഗങ്ങളെ വളരെ മോശമാക്കി അവർ ചെയ്യുന്നു. ഒരു സിനിമയിൽ അബദ്ധം പറ്റി, അല്ലെങ്കിൽ ഒരു സിനിമ സ്വാഭാവികം. പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തിരിച്ച് ചെയ്യാൻ പറ്റും? ഈ സിനിമ കാണണ്ടാന്നും വെക്കാം, ഉളുപ്പുണ്ടെങ്കിൽ കാണണ്ടാന്ന് വെക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഈ മട്ടാഞ്ചേരി മാഫിയക്ക് പൈസ കൊടുക്കുന്നു, ഇവർ പിന്നെയും നിങ്ങളെ മോശക്കാരാക്കി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് സിനിമ ചെയ്യാനുള്ള റൈറ്റുണ്ട്, ആ സിനിമ കാണാതിരിക്കാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട്.